നമസ്കാരം. ഞാൻ നിൽക്കുന്നത് ഉള്ളൂർ പോങ്ങുമൂട് ജംഗ്ഷൻ സമീപമാണ്. പോങ്ങുമൂട് ജംഗ്ഷനിൽ നിന്നും 700 മീറ്റർ മാറി 100 സെന്റിലായിട്ട് 2400 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് നമുക്കിന്ന് കാണാനുള്ളത്. 4 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമുമായിട്ടുണ്ട്. ഫുൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ചുടുകല്ലിലാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് 2-3 കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു മുറ്റമുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഗേറ്റ് ഉണ്ട്. നമുക്ക് ആ സൈഡിൽ നിന്ന് വേണമെങ്കിൽ വണ്ടി കയറ്റാനുള്ള ഒരു ഫെസിലിറ്റി. രണ്ട് സൈഡ് റോഡാണ്. ഈ സൈഡിൽ നിന്ന് വണ്ടി കയറ്റിയിടാനുള്ള കാർ ഇടാനുള്ള സ്പേസ് ഉണ്ട്. നമുക്കിവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഗാർഡൻ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഈ കാണുന്ന വീടില്ല നല്ല രീതിയിലുള്ള ലക്ഷറി ഹൗസ് ആയിട്ടൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ്. ആ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റുന്ന രീതി തന്നെയാണ് ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നല്ല ഒരു വിശാലമായ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു ക്ലാസ് ലുക്കിലായിട്ടുള്ള ഒരു ഡോർ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് തടിയും തേക്കും തടിയിലാണ് ഈ ഡോറെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് വീട്ടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ്, അതും നല്ല അതിമനോഹരമായ രീതിയിൽ തന്നെ അതിന്റെ ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കിയേ, ഇതൊരു TV യൂണിറ്റ് ആണ്. നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കിട്ടാൻ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാനുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത്. ഇതാ മുകളിലെ ഇന്റീരിയർ വർക്കൊക്കെ നോക്കിയേ, നല്ലൊരു ക്ലാസ് ലുക്ക് തന്നെയാണ് കംപ്ലീറ്റ് വർക്കുകളും ചെയ്തിട്ടുള്ളത്. ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കൺസ്ട്രക്ഷനും ആയാലും ഇതിന്റെ ഒരു ഇന്റീരിയർ വർക്കൊക്കെ ആയാലും തന്നെയാണ് നല്ലൊരു ക്ലാസ് ലുക്ക്, ഒരു ബ്രാൻഡ് ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയാണ് അവർ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലിവിംഗ് സ്പേസ് ആയി, നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് ആയിട്ടുണ്ട് കേട്ടോ. അതാ നോക്കി, നല്ല രീതിയിലുള്ള നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലേക്ക് നമ്മൾ ഇവിടെ ഒരു ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ വർക്കോട് കൂടിയൊക്കെ തന്നെ നമുക്ക് പുറത്ത് നല്ല രീതിയിലുള്ള ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഡൈനിങ് സ്പേസ് കഴിഞ്ഞ് നമുക്ക് തന്നെ നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കോട് കൂടി മിററൊക്കെ കൊടുത്തിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ല രീതിയിലുള്ള ഒരു ഇന്റീരിയർ ഡിസൈനോട് കൂടി തന്നെയാണ് നമുക്ക് ചെക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്ന് പറയുന്നത് നമുക്ക് 2 ബെഡ്റൂമുകളാണ് കേട്ടോ. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം, അതുപോലെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ്. ഒരുപാട് ഇന്റീരിയർ ഡിസൈൻ ഒന്നും കൊടുത്തൊന്നും അതിനെ ഇതാക്കിയിട്ടില്ല. നമുക്ക് അതിൽ നമ്മുടേതായ രീതിയിൽ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ക്രിയേഷൻ ചെയ്യാനുള്ള തരത്തിലേക്കാണ് ചെയ്യുന്നത്. നല്ല ഡോറ് കൂടിയിട്ടുള്ള അലമാര, സ്റ്റോറേജ് സ്പേസുകളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചില സ്ഥലങ്ങളിലൊന്നും അധികം കാണാത്ത രീതിയിലൊക്കെ ഗ്ലാസ് പാറ്റേൺ ആണ് നമ്മൾ ഇതിന്റെ ഡോറായിട്ട് ഒരു ഇതായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രാൻഡ് ക്വാളിറ്റി നമുക്ക് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് നല്ല ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. അതിന്റെ ബാത്റൂം സ്പേസ് ആണ് നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു റൂംസ്. അപ്പൊ രണ്ടാമത്തെ ബെഡ്റൂം, താഴത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അതും അത്യാവശ്യം നല്ലൊരു ക്ലാസ് ലുക്കിലുള്ള നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം കൂടിയാണ്. അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നമ്മൾ ആ റൂമിൽ കണ്ട അതേ പാറ്റേണിലുള്ള അതേ സെയിം ബാത്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉണ്ട് കേട്ടോ ബാത്റൂം സൈസില്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സിലെല്ലാം സിറയുടെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. വീടിൽ ഉപയോഗിച്ചിട്ടുള്ള ഫ്രണ്ട് ഡോറ് തേക്കും, ബാക്കി ആഞ്ഞിലിയാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിലേക്ക് വരുന്നത് ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടില്ലേ, നമുക്ക് ആ ഡൈനിങ് റൂമിൽ നിന്ന് നമ്മുടെ നേരെ നോക്കുമ്പോൾ തന്നെ ഒരു നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസോട് കൂടി അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ധാരാളമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നേരെ തൊട്ടടുത്ത് നമുക്ക് ഇതിനെ നേരെ ഇറങ്ങുന്ന നേരെ വർക്ക് ഏരിയ ആണ് കേട്ടോ. ഒരു വർക്ക് ഏരിയയില് അവിടെയും നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്ലംബിംഗ് വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഈ വാട്ടർ ഇങ്ങനെ ലീക്ക് ആവുന്നത് കേട്ടോ. ജസ്റ്റ് വെള്ളം തുറന്നിട്ടാണ് ചെക്ക് ചെയ്യാനൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ പ്ലംബിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ നോക്കിയ സ്റ്റെയർ കേസ് ഉണ്ട്. സ്റ്റെയർ കേസിന്റെ ഇവിടെ തന്നെ നമുക്ക് ധാരാളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സ്പേഷ്യസ് ഉണ്ട് കേട്ടോ. മുകളിലേക്ക് കയറി വരുന്നു. നല്ല രീതിയിലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇതിന്റെ ഹാൻഡിലെല്ലാം കൊടുത്തിട്ടുള്ളത്. വുഡും മെറ്റലും ആയിട്ടാണ് ഒരു മിക്സഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിലേക്കുള്ളത് ഫർഗോളയൊക്കെ ചെയ്തിട്ടുണ്ട്.
അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് കൂടിയാണ്. നല്ല ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടൊരു ഹോളാണ് കേട്ടോ. നമുക്ക് നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോള്, ഒരു എൽ മോഡൽ ഹോളായിട്ട് തന്നെ നമുക്ക് പറയാം. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ വരുമ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമുമായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ്. അതും നല്ല രീതിയിലുള്ള സ്പേഷ്യസ്, ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഡിസൈനിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് അതൊരു മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ കുറച്ചുകൂടി മറ്റു റൂംസിലേക്കാളും നല്ല അത്യാവശ്യം കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ടാണ് ഇത് കാറ്റഗറി പെടുത്തിയിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുമ്പോൾ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ഡോറുകൾ നമ്മൾ ഇതുവരേക്കും അധികം കണ്ടുവരുന്നതല്ല, എന്നാലും അതും നല്ല മനോഹരമായിട്ടുണ്ട്. ആ കൊടുത്തേക്കുന്നതൊക്കെ അതിന്റെ ഡോറ് നല്ല മനോഹരമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ധാരാളം സ്റ്റോറേജ് സ്പേസ് താഴത്തേക്ക് റൂമിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂം. ഈ ബാത്റൂമിന്റെ കളർ പാറ്റേൺ ടൈലിന് ചെറിയ ഒരു കളർ വ്യത്യാസം ഇതിലുണ്ട്, എന്നാലും അത്യാവശ്യം നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു 4+1 എന്നാണെന്ന് പറഞ്ഞത് കേട്ടോ. 4 ബെഡ്റൂം കൂടാതെ ഒരു സ്റ്റഡി റൂം ഉണ്ടെന്ന് പറഞ്ഞു. അതെന്തായാലും അധികം വീടുകളിൽ കാണുന്നില്ല എങ്കിലും കുട്ടികൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ മറ്റ് നമുക്കൊരു ബുക്കൊക്കെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി റൂമായിട്ട് പ്ലാൻ ചെയ്യുന്ന അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ മുകളിലത്തെ ഫ്ലോറിൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആണ് കേട്ടോ. നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ്. നല്ല ഒരു എന്താ പറയുക, ഈ ഏരിയയെ സംബന്ധിച്ചിടത്തോളം നല്ല ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയ ആണ്. എന്നാൽ നമുക്ക് എല്ലാ രീതിയിലേക്കും മെയിൻ റോഡുകളിലേക്ക് ഈസി ആക്സസ് ആയിട്ട് പോകാൻ പറ്റുന്ന നല്ല വൈഡ് റോഡായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. അത് നമുക്ക് കാണാം, സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ റെസിഡൻഷ്യൽ ഏരിയ ആണെന്നുള്ളത് ആ സൈഡിലേക്കുള്ള വ്യൂ നിങ്ങൾ കണ്ടു. ഈ സൈഡിലേക്ക് എന്താ ഇറങ്ങിക്കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള വീടുകളുള്ള ഏരിയ ആണ്. നമുക്ക് ഈ ഇതെന്ന് പറയുന്നത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായാലും മുകളിലേക്ക് സ്റ്റെയർ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ അത്യാവശ്യം ഷീറ്റ് എല്ലാം ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. തന്നെ നമുക്ക് നമ്മുടെ ഒരുപാട് സ്റ്റോറേജ് സാധനങ്ങൾ, നമുക്കുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ നമുക്ക് പിന്നെ വാഷ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് ഏരിയ തന്നെയായിട്ട് നമുക്കിതിനെ പറയാം. അപ്പോൾ ഉള്ളൂർ പോങ്ങമൂട് ജംഗ്ഷന് സമീപമൊക്കെ വീട് നോക്കുന്നവർക്ക് ഈസിയായി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പോങ്ങമൂട് ജംഗ്ഷനിൽ നിന്ന് 700 മീറ്റർ, മാർവേനീസ് നാലാഞ്ചിറയിൽ നിന്നാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർവേസ് കോളേജിൽ നിന്നൊക്കെ 2 കിലോമീറ്റർ, മെഡിക്കൽ കോളേജിൽ നിന്ന് 2 കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്ക് വരേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 100 സെന്റ് ആണ്. 2400 സ്ക്വയർ ഫീറ്റ് പൂർണ്ണമായി ചുടുകളിൽ നിർമ്മിച്ച ഈ പ്രോപ്പർട്ടി 4 ബെഡ്റൂമോട് കൂടി 4+1 ആണ്. 4 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമുമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തടികൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഡോറ് തേക്കും ബാക്കി ആഞ്ഞിലി മഹാഗണിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തടികളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിറ്റിംഗ്സ് എല്ലാം സിറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,80,00,000 രൂപയാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചുകുട്ടി പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.